ആൻഡ് സാൻഡ്ര. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു റൊമാൻറ്റിക് ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റോമിയോ ആൻഡ് ജൂലിയറ്റ്. Madhu and Sandra, yes, it was very sweet and romantic performance. It was very nice. Chinna mistakes adu correct panna podu. What do you feel, John? Madhu, Sandra, നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നന്നായിരുന്നു. എനിക്ക് ഫീൽ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ശരിക്കും മധു ഭയങ്കര ലക്കിയാണ്. എന്താ അറിയോ, സാന്ദ്രയെ പോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡാൻസറെ കിട്ടിയത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, നിങ്ങൾ ഇത്രയും ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു. അതായത് മേളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ടുള്ള റോപ്പ് പുള്ളി, ഒരുപാട് ഫ്രെയിംസ്, ഇതെല്ലാം ചെയ്ത് ആ ഒരു ഇത് വന്നിട്ട് മധു ജസ്റ്റ് ചോദിച്ചു, നീ മുകളിൽ നിന്ന് വന്നാണോ? ആ ശരി, ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അത് മാത്രമേ എനിക്ക് വളരെ അത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ആ ഒരു സീൻ, ഒരു ബിഗിനിങ്, ഒരു ഇത് കൊടുക്കാനായിട്ട് ആ ഒരു ആക്ടിങ് വൈസ് കുറച്ചും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടിയേനെ. ഇനി അങ്ങോട്ട് പോകുന്തോറും റിസ്ക് ആണ്. കാര്യം എന്താ, എലിമിനേഷൻ ഉണ്ട്. വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്. Thank you, Romeo and Juliet. Now Laila Majnu. Hi Madhu and Sandra. Hi. It was a nice attempt. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. കോസ്റ്റ്യൂംസ് ആയിരുന്നാലും സ്റ്റാർട്ടിങ് ആയിരുന്നാലും എൻഡിങ് ആയിരുന്നാലും. പക്ഷേ ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് വന്നപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നി. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് പെർഫോമൻസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാ ഡാൻസ് ഫോമിലും, നിങ്ങൾ എല്ലാ റൗണ്ടിലും ലിഫ്റ്റിംഗ് മൂവ്മെൻറ്റ്സ്, പോസസ്, സ്ട്രോക്സ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫോം ഡാൻസിനും അത് ചേരത്തില്ല. പിന്നെ ലിഫ്റ്റിംഗ് കൂടുതൽ യൂസ് ചെയ്തതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ഒരു കെമിസ്ട്രി, ഒരു ഇൻറ്റിമസി അത് ഫീൽ ചെയ്തില്ല. ഒരു നല്ലൊരു ഫ്ലോ ആയിട്ടുള്ള ഒരു നല്ല സ്ലോ സോങ് എടുത്തിട്ട് അതിൽ കൂടുതൽ നിങ്ങൾ നിറയെ സ്റ്റെപ്സ് ഇങ്ങനെ നിറച്ച് വെക്കുമ്പോൾ അതൊരു അഭംഗി പോലെ എനിക്ക് ഫീൽ ചെയ്തു. വോട്ട് യു ഫീൽ? ഫസ്റ്റ് ഓഫ് ഓൾ മധു, ബെസ്റ്റ്, യു ആർ വെരി ഗുഡ്. ബിക്കോസ് ഒരു സാൻഡ്ര ലിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു ഫുൾ ബാലൻസ് മേലായിട്ട് ചെയ്യണം. ആ ലിഫ്റ്റിംഗ്, ബ്യൂട്ടിഫുൾ ലിഫ്റ്റിംഗ്, എല്ലാ ലിഫ്റ്റിംഗ് ഇതുവരെ ചെയ്തത് ഇറ്റ്സ് എൻ ഫാന്റാസ്റ്റിക് ലിഫ്റ്റ് ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേസ്ഫുൾ ലിഫ്റ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി. എന്താ പറയുക, ഒരു വെയിറ്റ് ഫീൽ ചെയ്യാതെ ഒരു ഈസി ലിഫ്റ്റ്. പ്ലസ് സാൻഡ്ര കൂടെ അതിനെ കോഓപ്പറേറ്റ് ചെയ്തത്. ഒരു മെലോഡിയസിന് പറയുമ്പോൾ രണ്ട് ആൾക്കാരും എന്താ പറയുക, മൂവ്മെൻറ്റ്സും ലിറിക്സോട് മിങ്കിൾ ആവണം, അത് മാത്രമാണ്. അതർവൈസ് യുവർ പെർഫോമൻസ് വാസ് ഫാന്റാസ്റ്റിക്. നോ വറീസ്. Okay, it was good performance, good choreography. Lifts were very, very beautiful and sweet. Okay, all the best. Okay, now let's ask with Shanti Master. ലിഫ്റ്റ് ഒക്കെ നന്നായിരുന്നു. ആ നിങ്ങൾ ഇടയ്ക്ക് കാണിച്ച ഒരുപാട് പോർഷൻസ് നല്ല സ്പെഷ്യൽ പോർഷൻസ് തന്നെയായിരുന്നു. ഈ സമൽസോൾട്ട് ചെയ്തിട്ട് ആ തുണി എടുത്ത് ഇങ്ങനെ മാറ്റിയത് പൊസിഷൻ, ദാറ്റ് വാസ് അമേസിങ്, വെരി ഗുഡ്. നല്ല ഒരു ടൈമിംഗ് സെൻസ് ആയിരുന്നു അത്. ആ സ്പോട്ടില് പ്ലാൻഡ് ആയിരുന്നോ മോനോ? അത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് പ്രാക്ടീസ് സമയത്ത് അങ്ങനെ ചെയ്യണം ഉള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. ആ, ദാറ്റ് വാസ് ഓൾ വെരി വെരി നൈസ്. എനിക്കും തോന്നിയത് ഇതാണ്, ആ ഒരു ഫീൽ, ആ മെലഡിക്കുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ആരാണ്? ജഡ്ജസ് ആരാണ് അവര്? റോമിയോ ജൂലിയറ്റ്. നമ്മൾ ഇപ്പൊ ഈ കാലഘട്ടത്തല്ല, ഏത് കാലഘട്ടം ആയാലും നമ്മൾ ഒരു ഉദാഹരണം പറയുന്നത് ആരെയാണ്? ഒരു നല്ല ഒരു ജോഡിയെ കാണുമ്പോൾ നമ്മൾ ആരെയാണ് നമ്മൾ പറയുന്നത്? റോമിയോ ജൂലിയറ്റ് ഇഷ്ടമല്ലേ നിനക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റോമിയോ ജൂലിയറ്റ് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ, അവർക്ക് എങ്ങനെ ഈ റൊമാൻസ്, ഈ കെമിസ്ട്രി വർത്തനം ഒന്ന് കാണിച്ചു തരുമോ പ്ലീസ്? நிலா நிலா போகுது, நில்லாமல் போகுது, உலா உலா போகுது, ஊர்வலமா போகுது, காடு மலை மேடு எல்லாம் மறைஞ்சு மறைஞ்சு போகுது. நிலா நிலா போகுது, நில்லாமல் போகுது, உலா உலா போகுது, ஊர்வலமா போகுது, காடு மலை மேடு எல்லாம் மறைஞ்சி மறைஞ்சி போகுது. இன்ப நிலா போகுது, இடம் மறந்து போகுது, மணல் விருந்து போகுது, மயக்கி மயக்கி போகுது, வானிலவ நான் தழுவ தென்னிலவ மாறுத.
and Juliet. Shanti Master. സി അത് ഒരു രീതിക്കുള്ള ഒരു റൊമാൻസിങ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ലൈല മജ്നു എന്താണെന്നറിയോ, നമ്മുടെ മജ്നുക്ക് ഈ പാട്ട് അറിയത്തില്ല. ഹി ഡസന്റ് നോ ദ ലിറിക്സ്. അതുകൊണ്ട് പാട്ട് ഒന്നും പാടാതെ ആ ഫീൽ മാത്രം, ഡാൻസ് വേണ്ട, നമുക്ക് ഡാൻസ് അല്ല വേണ്ടത്. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും ആ ഫീൽ, ഈ പാട്ട് ബാക്ക് ഡ്രോപ്പിൽ കേൾക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവല്ലോ. റെഡി? നീല 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 போகுது நில்லாமல் போகுது உலா உலா போகுது ஊர்வலமா போகுது காடு மலை மேடு எல்லாம் மறைஞ்சி மறைஞ்சி போகுது நில நில போகுது நில்லாமல் போகுது உலா உலா போகுது ஊர்வலமா போகுது காடு மலை மேடு எல்லாம் மறைஞ்சி மறைஞ்சி போகுது இன்ப நிலா போகுது இடம் மறந்து போகுது மணல் விருந்து போகுது மயக்கி மயக்கி போகுது வானிலவ நான் தழுவ தென்னிலவா மாறுத நில 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 நில. That was really awesome, Arvinder and Inya. ഒട്ടും നമ്മൾ ഒരു റിഹേഴ്സൽ ചെയ്യാതെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പാട്ട് കിട്ടിയാൽ അതിൻ്റെ ഒരു മൂഡ്, അതിൻ്റെ ഒരു ഫീൽ പഠിക്കണം നമുക്ക്. തീർച്ചയായിട്ടും പഠിക്കും മാഡം. ഓക്കെ സാൻട്ര, ഡാൻസ് വേണം. വിത്ത് ഡാൻസ് ആ ഒരു ഫീൽ ആൻഡ് എക്സ്പ്രഷൻസ്. ഓക്കെ, വിഷിംഗ് യു ഓൾ ബെസ്റ്റ് ലക്ക് ഫോർ യുവർ ഫർദർ റൗണ്ട്സ്. താങ്ക് യു മാസ്റ്റർ. Thank you, Shanti Master. So, റൊമാൻസ് ഒക്കെ കണ്ടല്ലോ, ഇങ്ങനെയാണെന്ന് മനസ്സിലായോ ശരിക്കും റൊമാൻസ്? മനസ്സിലായി. ഇനി നമുക്ക് മാർക്ക് എത്രയാണെന്ന് നോക്കാം. റോമിയോ ജൂലിയറ്റ്. Out of 10, 7 marks. 7 out of 10. Laila Mashru. 7. Same, 7 on 10. Shanti Master. 8 on 10. 8 on 10. So, നിങ്ങളുടെ ടോട്ടൽ മാർക്സ് 22 on 30. കുഴപ്പമില്ലാത്ത സ്കോറാണ്. ഇനി വരുന്ന സ്റ്റേജസിൽ ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാം, ഇതിലും കൂടുതൽ ഹൈ മാർക്സ് മേടിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും നല്ല കഴിവുള്ള ഡാൻസേഴ്സ് ആണ്. എൻ്റെ എക്സ്പെക്ടേഷൻ ഈ സീസണിൽ ഇതല്ല, സാധാ ഡാൻസ് അല്ല നമുക്ക് വേണ്ടത്. ഇതൊരു റിയാലിറ്റി ഷോ അല്ല, അവര് ഒരു അമ്പലങ്ങളിലൊക്കെ കളിക്കുന്ന ഒരു ഡാൻസ് അല്ല, അതൊരു ജസ്റ്റ് ഒരു എന്റർടൈനിങ് ആയിട്ട് വെസ്റ്റേൺ ഡാൻസ് ആണോ? ഏതാണ് അമ്പലത്തിൽ കളിക്കുന്നത് വെസ്റ്റേൺ ഡാൻസ് ആണോ? വെസ്റ്റേൺ ഡാൻസ് അല്ല, അമ്പലത്തിൽ കളിക്കുന്നത് വെസ്റ്റേൺ ഡാൻസ് ആണോ? ഇത് വെസ്റ്റേൺ ഡാൻസോ ഫോക്ക് ഡാൻസോ? ഏതെങ്കിലും ഒരു ഇത് ഫോളോ ചെയ്യണ്ടേ നമ്മള്? ഒന്ന് ആ പാട്ട് എടുത്തു, ഈ കോസ്റ്റ്യൂം ഇട്ടു, ആ ഫോക്ക് ചെയ്യുമ്പോൾ ആ വരികളായിട്ടുള്ള ആക്ഷൻസ് വേണ്ട. മോൾ എന്താ പറഞ്ഞ ഇൻട്രഡക്ഷനിൽ? ഇത് കൂടുതൽ ആക്ഷൻസും എക്സ്പ്രഷൻസും. ആ എക്സ്പ്രഷൻസ് എന്താണ് എക്സ്പ്രഷൻസ് വേണ്ടത്?